നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻ്ററിൻ്റെ ഡയറക്ടറാണ്, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹാർട്ട് ഡിസീസിനെ പറ്റിയാണ്. അപ്പം പല ആളിലും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നെങ്കിൽ പറ്റി ഹാർട്ടിനെ പറ്റിയാണ് കൂടുതലായിട്ട് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാം. 1. 2, നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാം. ഹാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിച്ചും അല്ലെങ്കിൽ മാക്സിമം പ്രയോജനം കിട്ടുന്ന ഒരു അവയവമാണ് ഹാർട്ട്. പക്ഷേ ഹാർട്ടില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാനും ഒക്കത്തില്ല. ഹാർട്ടിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ രക്തത്തിനെ പമ്പ് ചെയ്ത് എല്ലാ അവയവങ്ങളിലും, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടു നറിഷ് ഈച്ച് ആൻഡ് എവരി സെൽ ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളെയും കോശങ്ങൾക്കും നറിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പോഷകം അല്ലെങ്കിൽ അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ മെയിനായിട്ടത് പമ്പിങ് ആണ് ഹാർട്ട് ചെയ്യുന്നത്. നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞെങ്കിൽ തന്നെ ഒരു വലിയ ജോലിയാണ്. ഹാർട്ടിൻ്റെ ഒരു എനർജിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ 1 മണിക്കൂർ ഹാർട്ടിൻ്റെ എനർജി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ടൺ വെയിറ്റ് 2 അടി വരെ പൊക്കാനുള്ള എനർജിയാണ് ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ ആ പ്രാധാന്യം അവൻ്റെ എനർജിയുടെ നമ്മൾ ആലോചിച്ച് നോക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്ററോളം ദൂരമുള്ള രക്തക്കൊഴലുകളാണ് നമുക്കുള്ളത്. അത് ഒന്ന് ആർട്ടറി എന്ന് പറയും, വെയിൻ എന്നും പറയും. ഒന്ന് ശുദ്ധരക്തം വഹിക്കുന്നതും ഒന്ന് അശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ അശുദ്ധരക്തം എന്ന് പറഞ്ഞൊന്നുമില്ല. അതിന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ്, പിന്നെ നോൺ ഓക്സിജനേറ്റഡ്. ഞാൻ ഇത് പറഞ്ഞതിൻ്റെ കാര്യം അപ്പോൾ ഹാർട്ടിൻ്റെ അത്രയും പ്രാധാന്യത്തെ പറ്റിയാണ്. പിന്നെ നമ്മുടെ ആളുകൾക്ക് ഏറ്റവും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലി സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ്. അത് ഹൃദയത്തിനുണ്ടാകുന്ന സോക്കേടുകൾ. എല്ലാ അവയവങ്ങൾക്കും സോക്കേടുണ്ടാകും. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഒരു പ്രത്യേകമാണ്. അത് മാത്രമല്ല അതൊരു വളരെ ചിലവേറിയ കാര്യങ്ങളുമാണ്. സാധാരണക്കാർക്ക് ഈ ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത്, അപ്പോൾ ഹാർട്ടിന് മെയിനായിട്ട് ഉണ്ടാകുന്നത് ബ്ലോക്കാണ്. അതായത് ഇംഗ്ലീഷ് പറയുന്ന സ്റ്റെനോസിസ് അല്ലെങ്കിൽ ഈ ക്ലോട്ടിങ്. അതായത് രക്തക്കൊഴലുകളിൽ ഈ ആവശ്യമില്ലാത്ത സെല്ലുകൾ അടിഞ്ഞ് കൂടിയിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രക്ത ഓട്ടത്തിന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹാർട്ടിന് സുഗമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രധാനമായിട്ട് വരുന്നത് വലിയ ആർട്ടറിയിലുള്ള ബ്ലോക്കാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ കൊച്ചു കൊച്ചു ആർട്ടറിയിലും ഇതിന് ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് താനും. അതിനെ ആർട്ടീരിയസ് സ്ക്ലിറോസിസ് എന്ന് പറയും. അതായത് ഈ രക്തക്കൊഴലുകൾക്ക് ഉണ്ടാകുന്ന കട്ടിക്കാണ് ആർട്ടീരിയസ് സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുരുങ്ങാൻ തുടങ്ങും. അപ്പോൾ ചുരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നമുക്ക് രക്തം പ്രോപ്പറായിട്ട് ഹൃദയത്തിൽ കിട്ടില്ല. ഇനി നമ്മൾ ബ്ലോക്കിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ബ്ലോക്കിന് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആൻജിയോഗ്രാം. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാർട്ടിന് എവിടെയുണ്ട് ബ്ലോക്ക് ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പഴയ രീതിയിലുള്ള ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ്. ഇപ്പോഴും മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളും ഒരു 99 ഹോസ്പിറ്റലുകളും ഇതേ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് അറിയുന്നതിന് നമ്മളൊരു ഡൈ ആണ് കടത്തി വിടുന്നത്. അപ്പോൾ ഈ ഡൈ പോയിട്ട് ഈ രക്തക്കൊഴലുകൾക്ക് ഇപ്പോൾ ഉദാഹരണം 50% ബ്ലോക്ക് ഉള്ളെങ്കിൽ ഈ ഡൈ പോയിട്ട് അത് 60 അല്ലെങ്കിൽ 70, 30% കൂടുതലായിട്ടത് കാണിക്കും. അപ്പോൾ ഈ ഡൈ എന്ന് പറയുന്നത് അറിയാമല്ലോ, മഷി പോലുള്ളൊരു സാധനം ഇങ്ങനെ കുത്തിവെച്ചാണ്. അത് വളരെ ഡേഞ്ചറസ് ആണ്. ചിലപ്പോൾ ആൻജിയോഗ്രാം കൊടുക്കുമ്പോൾ തന്നെ പേഷ്യൻറ്റ് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അതിനെല്ലാം ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്, വളരെ സേഫായിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ആൻജിയോഗ്രാം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻ്റ് നമ്മുടെ രോഗികളുടെ കയ്യിൽ നിന്ന് എല്ലാ കോൺസെൻറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമ്മതം വാങ്ങിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി സർജറി ചെയ്താൽ കുഴപ്പമില്ല, ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ബ്ലഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു മേജർ സർജറിക്കുള്ള എല്ലാ കോൺസെൻറ്റും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. കാരണം അത് വാങ്ങിക്കുന്നത് അവരുടെ ഡോക്ടേഴ്സിൻ്റെ സേഫാണ്. കാരണം ഇത് 100% നമുക്ക് വിശ്വസിക്കാൻ നോക്കാം. ചിലപ്പോൾ ഉദാഹരണം എൻ്റെ അനുഭവത്തിൽ ഇന്ത്യയിലും യൂറോപ്പിലും അമേരിക്കയിലും എൻ്റെ നേക്കഡ് ഡൈ കൊണ്ട് കണ്ടിട്ടുള്ളതാണ്.
ആൻജിയോഗ്രാം കൊടുക്കുമ്പോൾ തന്നെ പേഷ്യൻ്റ് മിക്കവാറും നല്ലൊരു ശതമാനം മരിക്കും. പക്ഷേ ഈ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേസമയം നമുക്ക് ഹാർട്ടിൻ്റെ ഈ ആൻജിയോഗ്രാം കൊടുത്ത് മരിക്കും നമുക്ക് പറയാനും പറ്റില്ല. കാരണം അതൊരു വലിയൊരു കോംപ്ലിക്കേഷൻ. ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാൻ ഒക്കത്തില്ല, നമ്മളൊരു ഡയഗ്നോസിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം ആക്ച്വലായിട്ടൊരു പേഷ്യൻറ്റിന് ഇപ്പോൾ 100% കാണും ബ്ലോക്ക്. അപ്പോൾ ഈ ബ്ലോക്ക് ഇരിക്കുന്ന ഈ 100% ഉള്ള 2-3 ആർട്ടറിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് മരിക്കാൻ വളരെ സാധ്യതയാണ്. പക്ഷേ ഹാർട്ടിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി രക്തം പോകുന്നത് വരെയും ഹാർട്ട് വർക്ക് ചെയ്യും. അത്രയ്ക്കും സേഫായിട്ടുള്ളൊരു അവയവമാണ് ഹാർട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? ഈ ഡേഞ്ചറായിട്ടുള്ള സംഗതി മാറ്റുന്നതിന് നമുക്കിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഹാർട്ട് സ്കാൻ എന്ന് പറയും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം 10, 100, 150ഓളം സെൻറ്റേഴ്സ് ഉണ്ട് ഹാർട്ട് സ്കാനിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഹാർട്ട് സ്കാന് അത് മാത്രമല്ല, ഈ ആൻജിയോഗ്രാം നമുക്ക് 2-3 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് എടുക്കാൻ പറ്റില്ല. കാരണം കൂടുതൽ ഈ കോംപ്ലിക്കേഷനാകും ഈ ബ്ലോക്ക്. അപ്പോൾ ഈ ഹാർട്ട് സ്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സേഫാണ്. അത് നമുക്ക് ECG കൊടുക്കുന്ന പോലെ റോഡുകളൊക്കെ കൊടുത്തിട്ട് അത് ആ ഒരു മെത്തേഡാണ്, ഹാർട്ട് സ്കാൻ തന്നെയാണത്. അപ്പോൾ അതിനൊരു യാതൊരു ദോഷം, അതിന് കുത്തിവെക്കേണ്ട, ഡേഞ്ചറില്ല, നമ്മൾക്ക് ആ സമ്മതപത്രം ഒന്നും ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഏത് കണ്ടീഷനിൽ നമുക്കെടുക്കാം, ആൻജിയോഗ്രാം കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം, ആൻജിയോഗ്രാം എല്ലാ പേഷ്യൻറ്റും ചിലപ്പോൾ കൊടുക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ സിവിയർ ഈ കിഡ്നി പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഒക്കില്ല. ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ ഒക്കില്ല. പല അവയവങ്ങൾക്കും ഈ പ്രോബ്ലം ഉള്ളവർക്ക് കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നത്. പക്ഷേ അതല്ലാതെ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടല്ല, ഇപ്പോഴത്തെ ചിലപ്പം ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പല കാരണങ്ങൾ കൊണ്ടും അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡൽഹി, അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സെൻറ്റർ. അവിടെ 2002 വരെ ഈ ആൻജിയോഗ്രാം തന്നെയായിരുന്നു. അതിനുശേഷം അവരിപ്പോഴും ഉപയോഗിക്കുന്നത് ഹാർട്ട് സ്കാനാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ഫോർമർ ഇന്ത്യൻ പ്രസിഡൻ്റ് KR നാരായണ സാറിന് ഇതുവരെ ഒരു ബ്ലോക്ക് ആദ്യം വന്നു. പുള്ളിയുടെ ബൈപ്പാസ് സർജറി ചെയ്തു. രണ്ടാമത് വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ആൻജിയോഗ്രാം എടുക്കാനും ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ പോയി കണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ പറഞ്ഞു, ഇത് ഇനി ആൻജിയോഗ്രാം എടുക്കാൻ പറ്റില്ല, അത് മാത്രമല്ല ഇനി ബൈപ്പാസ് സർജറിയും ചെയ്യാൻ പറ്റില്ല, അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് ഹാർട്ട് സ്കാനാണ്. അന്ന് അതിന് ഏകദേശം ഹാർട്ട് മെഷീൻ ഏകദേശം 1 കോടി രൂപയോളം വിലയുണ്ട്. അന്ന് എൻ്റെ ഉപദേശപ്രകാരം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഹാർട്ട് സ്കാൻ ഒഫീഷ്യലായിട്ട് വയ്ക്കുന്നത് രാഷ്ട്രപതി ഭവനിലാണ്. ആ സ്കാൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഒരു 10-20 ഫംഗ്ഷൻ നമുക്കറിയാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ലെവൽ അറിയാം, അറ്റാക്ക് സാധ്യത അറിയാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹാർട്ടിൻ്റെ അറിയാം, വാൽവിൻ്റെ കാര്യങ്ങൾ വരെ അറിയാൻ പറ്റും. അത്രയ്ക്ക് സേഫായിട്ടുള്ളതാണ് ഹാർട്ട് സ്കാൻ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഹാർട്ട് സ്കാൻ സെൻറ്റേഴ്സ് ഇപ്പോൾ ഒന്നുമില്ല. നേരത്തെ എറണാകുളത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പല കാരണങ്ങൾ കൊണ്ട് അവർ അടച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർകോയിലാണ്. നാഗർകോയിൽ ഇരുദയം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ, അവരാണ് ഇപ്പോൾ ഹാർട്ട് സ്കാൻ നമ്മുടെ കേരളത്തിൽ അടുത്തായി ചെയ്യുന്നത്. എന്നാൽ നമുക്കിവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ധാരാളം ഉണ്ട്. പക്ഷേ അവർക്കിത് ഈസി ആയിട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടെ കേരളത്തിൽ അതില്ല. അതുകൊണ്ട് ഈ ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫാണ്. ആൻജിയോഗ്രാമിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം നമുക്കറിയാൻ പിന്നെ എല്ലാം ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ അടുത്തത്, ഇത് നമുക്ക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കാം. പിന്നെ ഈ ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഒന്ന്, ഈ ആൻജിയോഗ്രാം എന്ന് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പേഷ്യൻറ്റിന് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം ഇത് സ്റ്റെൻ്റാണ് ഇടുന്നത്. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ആ സ്റ്റെൻ്റ് അവിടെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. സ്റ്റെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെയും കുറേ കാലം കഴിയുമ്പോഴത്തേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഒരു ദിവസം തന്നെ നമ്മൾ 2-3 പ്രാവശ്യം സ്റ്റെൻ്റ് ചിലപ്പോൾ ഇടേണ്ടി വരും. കാരണം അത് അത് ടെക്നിക്കലായിട്ടുള്ളതാണ്, അതേപ്പറ്റി ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. എന്നാൽ തന്നെയും അത് പേഷ്യൻറ്റിന് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല. താൽക്കാലികമായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരും. അപ്പം പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറിയാണ്. ഈ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ നെഞ്ചിലെ ഒരു എല്ലുണ്ട്, അതിന് സ്റ്റെർണോ എന്ന് പറയും, അത് കയറിയിട്ടാണ് നമ്മൾ ഹാർട്ടിനകത്തോട്ട് പോകുന്നത്.
അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴേ 2-3 മാസം പേഷ്യൻറ്റ് ബെഡ് റിഡനായിട്ട് വേണ്ടി വരും. പിന്നെ ഹോസ്പിറ്റലൈസേഷന് വരും. ഇതിന് ഏകദേശം ഒരു 3 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെയും ആവുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഹാർട്ട് സ്കാനിനെ പറ്റി, ഹാർട്ട് ബൈപ്പാസ് സർജറിയെ പറ്റി WHO തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ്. ബൈപ്പാസ് സർജറി ആവശ്യമുണ്ട്, പക്ഷേ മോർ ദാൻ 90%ഉം ആവശ്യമില്ലാത്തതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൾട്ടർനേറ്റീവ് മറ്റ് ഡോക്ടേഴ്സിനും അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ബൈപ്പാസ് സർജറി ചെയ്യേണ്ടെന്ന് വരുന്നത്. തന്നെ അത് മാത്രമല്ല, ഒരു ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ബൈപ്പാസ് സർജറി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ ഫോർമർ അമേരിക്കൻ ഇന്ത്യൻ പ്രസിഡൻറ്റ് KR നാരായൺ സാറിന് തന്നെ, അദ്ദേഹത്തിന് ആദ്യം ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പുള്ളിക്ക് ബ്ലോക്ക് ഉണ്ടായി. അന്നേരം പുള്ളിക്ക് ഏകദേശം 80 years ഉണ്ട്. പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെയും അത് ഏകദേശം 2002 അപ്പം ഇതിന് ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഈ ബൈപ്പാസ് സർജറി ഒഴിവാക്കാനായിട്ട് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ പല മേജർ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് നേരത്തെ അമേരിക്കയിലും ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പം യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ചെയ്യുന്ന സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതേസമയം ഈ ബൈപ്പാസ് സർജറിക്ക് ഏകദേശം 3 ലക്ഷം തൊട്ട് 5 വരെ തരുന്ന സ്ഥാനത്ത് ഏകദേശം 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം അല്ലെങ്കിൽ അതിൽ ശകലം കൂടുതൽ ശകലം കുറഞ്ഞോ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ് 100% ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് പ്രയോജനം വരുന്നില്ല പേഷ്യൻറ്റിന്. അതുപോലെ 90% സർജറി അൺവാണ്ടഡ്. കാരണം വാണ്ടഡ് സർജറി ഇല്ലെന്നുള്ള, സർജറി ആവശ്യമുള്ള ഒരുപാട് കേസുകളുണ്ട്. ആ കേസ് നമുക്ക് സർജറി ചെയ്തേ പറ്റൂ. ചില കേസുകൾ നമുക്ക് സർജറി ചെയ്യാൻ പറ്റത്തുമില്ല. പിന്നെ അടുത്തതായിട്ടുള്ളത് പിന്നെ ഈ ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം നിയോൺ റേസ് ആണ്. അതായത് മെഡിക്കൽ ഫീൽഡിൽ ഏകദേശം 60-ൽ പരം ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ലേസർ സർജറിക്ക് വരെയും ലേസർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓരോ സോക്കേഡിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഹാർട്ട് ബ്ലോക്കായിട്ട് വരുന്ന ലേസർ ഉപയോഗിക്കുന്നത് ഹീലിയം നിയോൺ റേസ് എന്നാണ് പറയുന്നത്. ഈ റേസ് അവിടെ പോയിട്ട് ഈ ബ്ലോക്കുകളെ കംപ്ലീറ്റ് ഏകദേശം ഒരു 99% ബ്ലോക്കുകളിൽ കംപ്ലീറ്റ് അത് അലിയിച്ച് കളയും. അതേസമയം യാതൊരു ദോഷവശങ്ങളും ഇല്ല. റേഡിയേഷനും അങ്ങനെ മറ്റൊന്നുമില്ല. ഓരോ ലേസറിൻ്റെ ഓരോ ആപ്ലിക്കേഷനും സയൻറ്റിഫിക് ആയിട്ട് കൂടുന്തോറും അതിൻ്റെ കോസ്റ്റ് ലിവിങ് വളരെ കൂടും. ഒരു എക്യുപ്മെൻറ്റ്സിന് തന്നെ ചിലപ്പോൾ 1 കോടി തൊട്ട് 3 കോടി 5 കോടി അങ്ങനെ പല രീതിയിലും വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഹാർട്ട് ഡിസീസ് നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ഞാൻ പറയുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതേപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇതേപ്പറ്റി ഏതെങ്കിലും സംശയങ്ങളോ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം എന്നെ ഈ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.